ഇവരാണ് കോൺഗ്രസിലെ ക്യാൻസറുകൾ. കീമോതെറാപ്പിക്ക് നിൽക്കാതെ മുറിച്ചു മാറ്റുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പിണറായിസത്തിലും മുറിമോനിസത്തിലും മനമെടുത്ത് ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ച് ജനങ്ങൾ UDF സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമ്പോൾ ആ ക്രെഡിറ്റ് പാർട്ടിയുടെ നിലവിലുള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പോകുന്നത് കാണുമ്പോൾ കസേരക്കൊതിയന്മാരായ ആങ്ങളജത്താലും നാത്തൂന്റെ കണ്ണീര് കാണണം എന്നാഗ്രഹിക്കുന്ന പൗഡർ കുട്ടപ്പന്മാരുടെ ജൽപ്പനങ്ങൾ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ വിനയാകുന്നു, ശത്രുക്കൾക്കുള്ള ആയുധമാകുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് സെഗ്മെന്റിലൂടെ ജനങ്ങൾ പ്രതികരിച്ചത് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന 2 ക്യാൻസറുകളാണ്. ഒന്ന് ഉസ്മാൻ രമേശും, 2 സരിതാ വേണുഗോപാലും. ഈ പറയുന്ന പേരുകൾ പോലും ഇവരുടെ കയ്യിലിരിപ്പ് വെച്ച് ജനങ്ങൾ ചാർത്തിക്കൊടുത്ത പേരുകളാണ്. ഇവരോട് ഞങ്ങൾക്ക് അല്ലാതെ പേഴ്സണലി യാതൊരു എതിർപ്പുകളുമില്ല. മാലിന്യന്റായി മാറിയ ഈ 2 ക്യാൻസറുകളെയും മൂടോടെ ആംപ്യൂട്ട് ചെയ്തില്ലെങ്കിൽ, മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് പാർട്ടിയെ തന്നെ നശിപ്പിക്കും. ഇത് ഈ 2 എണ്ണത്തിന്റെയും കോക്കാമ്പിച്ചുകൾ കണ്ടിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രം മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിന് ജീവന്റെ വിലയുണ്ട്. മുറിച്ചു മാറ്റേണ്ട എലമെന്റുകളെ മെഴ്സിലെസ്ലി മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഈ ക്യാൻസർ ബാധിച്ചിട്ടുള്ള സെല്ലുകൾ പാർട്ടിയെ മുഴുവനായി നശിപ്പിച്ചു കളയും. ശകുനിയെ എങ്ങനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കും എന്ന തലക്കെട്ടോടെ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ നൽകിയ വാർത്തയുടെ പ്രതികരണമായി ഞങ്ങൾക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുക. ഇതിൽ കോൺഗ്രസ് അനുഭാവികളുണ്ട്, മനമെടുത്ത് പാർട്ടി വിട്ടവരുണ്ട്, പാർട്ടിയുടെ അഭ്യുതകാംക്ഷികളുമുണ്ട്. സുനിലെ, ഈ കള്ള കഴിവേറിയും ആ ഗണേശ് പെണ്ണുപിടിയും ഗണേശും കൂടി ചേർന്നാണ് ഉമ്മൻചാണ്ടിയെ തകർത്തത്. മനസ്സിലായില്ലേ? ഇവന്റെ അണ്ടർഗ്രൗണ്ട് പണിയാണ്. ഗണേശൻ മനഃപൂർവ്വം ഇവൻ ചെയ്യിപ്പിച്ചതാ. ഈ പേട്ടുനായർ ചെയ്യിപ്പിച്ചതാ. അറിയാവോ? ഇവന്റെ ചരിത്രമൊക്കെ ഇറക്കിയ ഇവൻ എൻ്റെ വല്യപ്പച്ചൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ച ആദ്യമായിട്ട് അവൻ MLA ആകാൻ പോകുമ്പോൾ അവൻ്റെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. അറിയാവോ? ഇവനാണ് ആ ഉമ്മൻചാണ്ടിയെ തകർത്ത് എങ്ങനെങ്കിലും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വേഷം കെട്ടിയത് മുഴുവൻ ഇവനാ, വേറെ ആരുമല്ല. അതിനാരും അതിനകത്ത് ഇത് വേണ്ട. ഇവൻ ഒരുത്തനാണ് ചാണ്ടി ഉമ്മൻ അവന്റെ പുറകെ ബക്ക് അടിച്ച് നടക്കുന്നത് ബുദ്ധി കുറവുള്ളതുകൊണ്ടാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, സാർ ആദ്യമായിട്ട് ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. സാറിന് ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു. കോൺഗ്രസിനെ കുറിച്ചൊരു പറഞ്ഞില്ലേ സാറേ? അതെ, സാർ പറഞ്ഞ അബ്സല്യൂട്ട് റൈറ്റ് ആണ് കേട്ടോ സാർ. അപ്പൊ ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് സാർ ഇങ്ങനെ ഇത് പറഞ്ഞോണ്ട് കറക്റ്റ് ആയിട്ടൊരു അഭിനന്ദനങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി വിളിച്ചതാ. സാറ് എന്തോന്ന് സാറേ, ഇത് എന്തോന്ന് പോക്കൃത്തന്നെ സാറേ ഇവന്മാര് കാണിക്കുന്നത്? എന്തോന്ന് ഇവന്മാരെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന സാറ് പറഞ്ഞത് എന്താണ് തെറ്റ്? ഏതെങ്കിലും ഒരു ഭാഗം തെറ്റുണ്ടോ? ചെറുപ്പക്കാരെയും കൊണ്ടുവരത്തില്ല, കൊണ്ടുവന്നാൽ ഈ കടൽക്കിഴവന്മാരോട്ട് സമ്മതിക്കുകയല്ല, അടിയും കൂടി വെറുതെ ആവശ്യമില്ലാണ്ട്. എപ്പോഴും സാറിന്റെ വീഡിയോ കാണാറുണ്ട്. മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയല്ലേ സാറേ ഇതൊക്കെ കളിക്കുന്നത്? ഈ ചെന്നിത്തല കാരണമാണല്ലോ ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്തെ ഭരണം കിട്ടാനുള്ള തുടർ ഭരണം കിട്ടായിരുന്നല്ലോ, സമയത്ത് നശിപ്പിച്ചത് ഈ ചെന്നിത്തലയാണല്ലോ. അപ്പൊ ഇവന്മാരുടെ സാറ് പറഞ്ഞല്ലോ ക്യാപ്റ്റൻ ആറ് മേജറാണ്, ലെഫ്റ്റനന്റ് ആരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി നശിക്കുള്ളൂ. ഒന്നാമത് ജനങ്ങള് ഒരുവിധം സാറ് പറഞ്ഞ അബ്സല്യൂട്ട് റൈറ്റാ. കാരണം ജനങ്ങളെ അവരാരുടെയും ഗ്ലാമറോ അല്ലെങ്കിൽ യവന്മാരെന്തോ മലമറിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അവർക്ക് വോട്ട് ചെയ്യണേ. തമ്മിൽ ഭേദം തൊമ്മനെന്ന് കണക്കാ ചെയ്യണേ. അതും കൂടെ യവന്മാര് നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ പിണറായി തന്നെ വരത്തില്ലേ സാറേ? ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഉണ്ടാവില്ല. ഇതോടുകൂടി അവസാനമായിരിക്കും. അടുത്ത വർഷം നിയമസഭയിൽ കിട്ടിയില്ലെങ്കിൽ ഇതോടുകൂടി കോൺഗ്രസ് സംഭവം ഇവിടെ തീർന്നു. ഇനി കോൺഗ്രസിന്റെ ഒരു നിൽപ്പുണ്ടാവില്ല, കേരളത്തിലുണ്ടാവില്ല, ഇന്ത്യയിലും ഉണ്ടാവില്ല. പക്ഷെ ഇവരിങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരുന്നാൽ എന്താ വഴി? വീണ്ടും ഈ പിണറായിന്റെ ഇത് തന്നെ ഭരണം തന്നെ വരും. എന്തായാലും സാറ് പറഞ്ഞൊരു അഭിനന്ദനങ്ങൾ പറയാനാണ് ഞാൻ വിളിച്ചത്. സാറ് പറഞ്ഞത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി രക്ഷപ്പെടത്തില്ല ഇവിടെ. ഹലോ സുനിൽ സാറേ, നമ്മൾ ഈ കഴിഞ്ഞ നിലമ്പൂർ കഴിഞ്ഞതിന് ശേഷം അവിടെ UDF വിജയം ഉണ്ടായി. പക്ഷെ അതിന്റെ ക്രെഡിറ്റിനെ പറ്റിയുള്ള തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയകളിലും പത്രങ്ങളിലൊക്കെ അതിന്റെ ന്യൂസ് വരുന്നുണ്ട്. കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ആയിട്ടുള്ള ആൾക്കാർ അത് ശരിക്കും പാർട്ടിക്ക് വേണ്ടി അല്ല UDFന് വേണ്ടി അധ്വാനിച്ച് ഇവരെയൊക്കെ ജയിപ്പിക്കുന്ന ആൾക്കാർ, അവർക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ വിജയൻ എന്നൊക്കെ വിളിച്ച് കാരണബോധൻ എന്നൊക്കെ പറഞ്ഞ് പിണറായിയെ പൊക്കുന്നത് പോലെ ആ രീതിയിലേക്ക് കോൺഗ്രസിലും വരികയാണ്. അപ്പൊ അതൊരു ദുഷിച്ച പ്രവണതയായിട്ടാണ് സാധാരണ പ്രവർത്തകർക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഉള്ളില് അടുത്ത മുഖ്യമന്ത്രി ആരാകണം, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഉള്ളതാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള ചിന്ത. അതിന്റെ പേരിലാണ് ഈ ഒരാളെ ക്യാപ്റ്റൻ എന്ന് വിശേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്ത് പാർട്ടിയെ പഴയ സ്ഥിതിയിൽ നിന്ന് നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അയാളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഇത്രയും ഒരു മുതിർന്ന ഒരു നേതാവാണ്. ഈ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇത്തരം വിജയങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പം അവരൊരു വിവാദം ഉണ്ടാക്കുവാൻ പല ചോദ്യങ്ങളും ചോദിക്കാം, പല കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. അന്നേരം അതെല്ലാം മറന്ന് സ്വയം വാരിക്കുഴി തോണ്ടി അദ്ദേഹം സ്വയമായിട്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വർത്താനം പറഞ്ഞ ഇദ്ദേഹം ഒരു കസേരമോഹിയാണെന്ന് നമുക്കറിയാം. അന്നേരം ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇന്ന് ഈ അതായത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയല്ലേ? ഇദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇത്രയും പരിചയസമ്പന്നനായ പ്രതിപക്ഷ നേതാവായിട്ടും ആഭ്യന്തര മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് മീഡിയയെ മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏഷ്യാനെറ്റിനോട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് വിവാദമാകുന്നു, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, സാധാരണ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പുറകിൽ ഇടൻ അജണ്ടയുണ്ട്. അതായത് സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചത് ഇങ്ങർക്ക് സൂചിച്ചിട്ടില്ല, ഇങ്ങർക്ക് അതിന്റെ അസൂയയിലാണ് ഉണ്ടായ പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് തന്നെയല്ല, അങ്ങനെ സതീശന്റെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ സതീശന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം, അത് കേരളം ഒട്ടാകെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല കേരള ജനത ഒട്ടാകെ ഇപ്പോഴത്തെ ഭരണത്തിന് ഉണ്ടാകുന്ന ഭരണത്തിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത പ്രാവശ്യം UDF-നെ വിജയിപ്പിക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെയും ബുദ്ധിമുട്ടിലാക്കും, UDF-നെയും ബുദ്ധിമുട്ടിലാക്കും. മുന്നോട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും UDF ചെയർമാൻ എന്നുള്ള നിലയിലും സിറ്റി സൈസിന് പ്രവർത്തിക്കാനുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു തടസ്സമായിട്ട് തീരുകയും അത് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഉള്ള ഒരു അതിൽ കൂടെ ഏതെങ്കിലും വിടവിൽ കൂടെ ആളായി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം നേടണമെന്നുള്ള അതിന് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട്, ചെന്നിത്തല ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ പൂർവ്വകാല ചരിത്രം ഇവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണ്. അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസ് പ്രവർത്തകർ. അപ്പൊ അതുകൊണ്ട് VD സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് എല്ലാവരെയും അറിയാം. അവരുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും സ്വഭാവത്തിലുള്ള നന്മ എല്ലാവരെയും പറ്റി അറിയാവുന്നവരാണ്. അവർക്ക് ഏതൊക്കെ സമയത്ത് പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് അതും അറിയാം. ഇപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് ഭാവി മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിട്ടുള്ള ഈ സരിത വേണുഗോപാലിന്റെയും താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ ഉസ്മാൻ രമേശിന്റെയും വൃത്തികെട്ട കളികളാണ്. കാരണം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ജലഭീകരയുടെ മുമ്പിലും രാത്രിയുടെ മുമ്പിലും തലക്കടി കൊണ്ടും എല്ലാം കഷ്ടപ്പെടുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഓരോ കുടുംബത്തിന്റെ ആശ്രയമായിരിക്കുന്ന ചെറുപ്പക്കാരുടെ അവരുടെ ഭാവി നഷ്ടപ്പെടുന്ന രീതിയിൽ അവര് പരിക്കേൽക്കുകയും ചികിത്സയ്ക്ക് പോലും നിവൃത്തിയില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ നേതാക്കന്മാര് AC മുറിയിൽ ഇരിക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും അവര് സുഖിമാന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിന്റെ ഒരു ആത്മാർത്ഥതയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തിക്കാവുന്ന കാലത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 68 വയസ്സായി. ഇപ്പം കൂടുതലായിട്ട് സജീവ പ്രവർത്തനം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും എല്ലാ TV-കളിലും മറ്റു മാധ്യമങ്ങളിൽ കൂടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. TV-യിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആലപ്പുഴയിൽ വെച്ച് ഒരു ദേശീയ നേതാവിനെയും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും തല അടിച്ചു പൊട്ടിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹൃദയവേദനയോട് കൂടിയാണ് TV കാണാൻ പറ്റിയത്. ആ സമയത്ത് ഞാൻ നേതാക്കന്മാരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VD സതീശൻ, K മുരളീധരൻ അങ്ങനെയുള്ള നേതാക്കന്മാരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു. അവരോട് പറഞ്ഞു, ഈ കുട്ടികളെ ഈ തല്ലുകൊള്ളാൻ വിടരുത്, ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഈ സമരം പിൻവലിക്കണമെന്ന് നവകേരള സദസ്സിനെതിരെയുള്ള സമരം പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നവകേരള സദസ്സിനെതിരെ കണ്ണൂർ ഭാഗത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ
തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു. അതിലൊരു ഒരാളുടെ നില വളരെ ഗുരുതരമായിരുന്നു. ഇപ്പോൾ ന്യൂറോ സർജറി 3-4 സർജറി കഴിയുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ചികിത്സയ്ക്ക് പണമില്ല. കുടുംബത്തിന് ഏക ആശ്രയമായിരുന്ന ആ ചെറുപ്പക്കാരന് ഇപ്പം ഭാവി നഷ്ടപ്പെട്ട രീതിയിലാണ്. ഇനിയിപ്പോൾ എങ്ങനെ ആയിത്തീരും? ഭാവിയിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി ഒരു കുടുംബം പുലർത്തേണ്ട ഒരു മനുഷ്യനാണ്, ഒരു പയ്യനാണ്. ആ പയ്യന്റെ നില ഇപ്പൊ പരിതാപകരമായ അവസ്ഥയിലാണ്. തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് അറിവ്. ചെറുപ്പക്കാർ അടിയും കൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ഈ പൗഡർ കുട്ടപ്പന്മാരും ഉസ്മാന്മാരും അണിഞ്ഞൊരുങ്ങി രാവിലെ വന്ന് PR നടത്തുന്നത്. അതാണ് സാറേ, അതിന്റെ ധാർമ്മിക രോഷം കൊണ്ടാണ് ഞാൻ സാറിനോട് ഇപ്പൊ സംസാരിക്കുന്നത്. അടുത്ത പ്രാവശ്യമെങ്കിലും ആ ജനം മുഴുവനായിട്ട് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ ജനം ഇപ്പൊ ഈ ഭരണത്തെയും പിണറായിസത്തെയും ഈ ഭരണത്തെയും ജനം പൂർണ്ണമായിട്ട് വെറുത്ത് കഴിഞ്ഞു. ഇനിയും ഏത് കുറ്റിച്ചുല്ല കൊണ്ട് നിർത്തിയാലും ഇവർക്കെതിരായി നിർത്തിയാലും ജനം ജയിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് ഇവർ തമ്മിൽ തല്ലി അടുത്ത ജനത്തെ നിരാശരാക്കുന്ന പ്രവർത്തനമാണ് ഈ എല്ലാവരും അല്ല. ഇപ്പൊ നേരത്തെ ചെറുപ്പക്കാരുടെ ഒരു നിര, ഷാഫി പറമ്പിലെ, മാത്യു കുഴൽനാടനെ, IB ഈഡനെ, ഈ ആര്യാൺ ഷൗക്കത്ത്, രാഹുൽ മാങ്കൂട്ടത്തില്, ഇങ്ങനെയുള്ള റോജി M ജോണ് എടുത്തു പറഞ്ഞിട്ട് അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നിലമ്പൂരിലും മറ്റ് പുതുപ്പള്ളിയിലും ഒക്കെ പുതുപ്പള്ളി VD സതീശൻ വന്ന് 1.5 മാസത്തോളം ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ താമസിച്ച് ഓരോ ബൂത്തിലും പ്രവർത്തിച്ചിട്ടാണ് ജയിപ്പിച്ചത്. ഞാൻ പുതുപ്പള്ളി അടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി എല്ലാം എനിക്കറിയാം. PJ ജോസഫിന്റെ കേരള കോൺഗ്രസിലെ ആൾക്കാർ കോതമംഗലത്ത് വന്ന് അവർ സ്വന്തം കാറിൽ അവരുടെ പണത്തിന് പെട്രോൾ അടിച്ച് ഇവിടെ പുതുപ്പള്ളി വന്ന് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളോളം അവർ രാവിലെ വരും, വൈകിട്ട് പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു പോകും, പിറ്റേ ദിവസം രാവിലെ വരും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോസഫ് ഗ്രൂപ്പുകാരും ഒക്കെ പ്രവർത്തിച്ചു. UDF എല്ലാ കക്ഷികളും പ്രവർത്തിച്ചിട്ട് അങ്ങനെ UDF ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഗ്രസിലെ ഈ ശരിക്കും പറഞ്ഞാൽ എന്താ അതിന് പറയുന്നത്, സ്വാർത്ഥമോഹികളോ എന്താ? ഇവരെ പറ്റി ഉപയോഗിക്കാൻ ഒരു വാക്ക് കിട്ടുന്നില്ല, അവരെ പറ്റി പറയാൻ ഒരു വാക്ക് കിട്ടുന്നില്ല. ഈ അധികാരമോഹികളൊന്നും പറയാൻ പൂർണ്ണമാകത്തില്ല. അപ്പൊ എന്താണേലും കേരളം നശിപ്പിച്ചു കഴിഞ്ഞു. പിണറായി കേരളം നശിപ്പിച്ചു. ആ കേരളത്തെ എങ്ങനെയെങ്കിലും അടുത്ത 5 വർഷം അല്ലെ 10 വർഷം കൊണ്ട് 25 വർഷം ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് ഈ കേരളം തന്നെ നശിച്ചു. ഈ പുരോഗമനത്തിലല്ല, ഈ വികസനത്തിലല്ല കേരളം നിൽക്കേണ്ടത്. 25 വർഷം വികസനത്തിൽ പുറകോട്ടടിച്ചു ഈ പാർട്ടി. ഇപ്പൊ മുന്നണി പക്ഷെ ഇടതുമുന്നണി. പക്ഷെ ഇനിയെങ്കിലും ഇവരുടെ ഇതിപ്പം ഈ പിണറായിയുടെ അവസാനത്തെ CPM-ന്റെ അവസാനത്തെ ഭരണമാക്കിക്കൊണ്ട് അടുത്ത ഘട്ടങ്ങൾ ഇപ്പൊ അടുത്ത തലമുറയ്ക്കെങ്കിലും നല്ല രീതിയിൽ പുറത്തു പോകാതെ ഇവിടെ തന്നെ നല്ല ഉദ്യോഗങ്ങൾ ലഭിച്ച് ഇവിടെ തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല രീതിയിൽ പോകത്തക്ക രീതിയിലുള്ള ഭരണമാണ് ജനം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ട ഇവരുടെ സുഖം മാത്രമാണ്. ഇവർക്ക് ഷൈൻ ചെയ്യണം. ഇവര് TV മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവര് സുന്ദര കുട്ടപ്പന്മാരായിട്ട് പറയും. ഇവരുടെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും വീഴുന്നുണ്ടോ? ഒരു ചെളിവെള്ളം വീഴുന്നുണ്ടോ? ജലപീരങ്കി വെള്ളം വീഴുന്നുണ്ടോ? ഇവർക്ക് പ്രശ്നം? ഇവര് എല്ലാ നേരവും ആഹാരം കഴിക്കുന്നില്ലേ? ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ചില DCC പ്രസിഡന്റുമാരും ചില കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ഇതുപോലെ പരിക്ക് പറ്റി കിടക്കുന്നവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ചില നേതാക്കന്മാർ ചെയ്യുന്നു. അവരെ മറന്നുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ ഭൂരിഭാഗവും അങ്ങനെ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇത്രയും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഈ മുസ്ലിം ലീഗിന് ഇപ്പൊ അൻവറിനെ ചേർക്കണമെന്നുള്ളത്, അൻവറിനെ ചേർത്താൽ, അൻവറിനെ കൂട്ടിയാൽ ലഭിക്കുന്ന വോട്ടുകളേക്കാൾ 10 മടങ്ങ് വോട്ട് അൻവറിനെ ചേർത്താൽ നഷ്ടപ്പെടും, UDF നഷ്ടപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൻവറിന്റെ എന്താ പറയുക, ഈ പുതിയ സിനിമകളിൽ വരുന്ന അക്രമ സീനുകൾ കാണുമ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറ ഒരു വിഭാഗത്തിന് അതിനെ ആഘോഷിക്കുന്ന ഒരു ഇതുണ്ട്. ആ രീതിയിലാണ് അൻവറിന്റെ പ്രവർത്തനം, അൻവറിന്റെ വാക്കുകൾ വരുമ്പോൾ അൻവറിന്റെ ഒരു പ്രത്യേക ഒരു മാനസം അത് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവരുടെ വോട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അപ്പോൾ അൻവറിന്റെ നിലപാടില്ലായ്മ, മിനിറ്റിന് നിലപാട് മാറുന്ന, രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് അങ്ങനെയും പറയാനൊക്കത്തില്ല. ശരിക്കും പറയാൻ സെക്കൻഡുകൾ വെച്ച് അഭിപ്രായം മാറുന്ന, അല്ലെങ്കിൽ യാതൊരു നിലപാടുകളില്ലാത്ത ഒരു കളങ്കിതനായ കള്ളപ്പണക്കാരനായ ആളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് UDF എന്ത് നേട്ടം കിട്ടാനാണ്?
അൻവർ വരുന്നതുകൊണ്ട് ലഭിക്കുന്ന ഏതാനും വോട്ടുകൾ അത് മുസ്ലിം ലീഗിന് കിട്ടുമായിരിക്കും. അവരുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് അൻവറുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട്, കച്ചവട താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അൻവറിനെ, അല്ലാതെ രാഷ്ട്രീയ താല്പര്യമോ UDF വോട്ട് ലഭിക്കുന്നോ UDF മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയല്ല. അവർക്കൊക്കെ ഉള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ കച്ചവട താല്പര്യങ്ങൾ, അതിനുവേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അറിയാവുന്നവരുണ്ട്, അവരത് പറയത്തില്ല, മുന്നോട്ട് പറയത്തില്ല, അവർക്ക് പറയാൻ ഒക്കത്തില്ല. അവരിപ്പോ അടുത്ത മിനിസ്റ്റർ വരുമ്പോഴത്തേക്കിന് അബ്ദുൽ വഹാബ് അയാൾ ഇവിടെ ഏതെങ്കിലും സീറ്റ് മത്സരിച്ചിട്ട് അയാൾക്ക് ഇവിടെ മന്ത്രി ആകാൻ താല്പര്യപ്പെട്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അയാളുമൊക്കെ ഇയാളുടെ അൻവറിന്റെ ബിസിനസ് പങ്കാളികളാണ്. അത് രഹസ്യമായിട്ട് ഇതെല്ലാം അല്ല നടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ അൻവറിനെ കൊണ്ടുവന്നാൽ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ അൻവറിന് എന്താണ് അൻവറിന്റെ പ്രസക്തി എന്താണ് കേരള രാഷ്ട്രീയത്തിൽ? അൻവർ പിണറായിയുടെ കൂടെ നിന്ന് കടന്നൽ രാജായിട്ട് എല്ലാവരെയും അധിക്ഷേപിച്ചു സോഷ്യൽ മീഡിയയില്. അതുപോലെ മറുനാട് ഷാജിനെ കൂട്ടിക്കുമെന്ന് പറയും, മുണ്ട് മടക്കി കുത്തി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പലരെയും വെല്ലുവിളിച്ചു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവസാനം പിണറായിയെ വെല്ലുവിളിച്ചു. VD സതീശനെ 150 കോടിയുടെ അഴിമതി ആരോപണം നിയമസഭ ഉന്നയിച്ചു. ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു ഇറങ്ങി വന്നിട്ട് പിണറായിയെ തെറി പറഞ്ഞു, വെല്ലുവിളിച്ചു. അത് കഴിഞ്ഞിട്ട് VD സതീശനെ UDF പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആള് VD സതീശനെ തെറി പറഞ്ഞു. ഇങ്ങനെ യാതൊരു നിലപാടും ഇല്ലാത്ത അയാളെ UDF യാതൊരു പ്രയോജനമില്ല. UDF വന്നതിന് ശേഷം UDF വരാൻ തന്നെ അയാൾ ആവശ്യപ്പെട്ടത് 3 സീറ്റുകളും അതിൽ ഒരു മന്ത്രിസ്ഥാനവും പിന്നെ കുറെ അധികം ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടെന്നാണ് കേൾക്കുന്നത്. UDF വന്നു കഴിഞ്ഞാൽ ഈ PC ജോർജ് നേരത്തെ UDF നിന്ന് എങ്ങനെ UDF പ്രതിസന്ധിയിലാക്കിയോ അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഈ PV അൻവർ സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ രമേശ് ചെന്നിത്തല പിന്നെ ഇയാളുടെ പ്രവേശനത്തിനെ എന്തിനാണ് സ്വാഗതം ചെയ്യുന്നത്? ഈ അൻവറിന് വേണ്ടി എന്തിനാണ് ഇയാൾ വാദിക്കുന്നത്? അൻവറിന് വേണ്ടി അല്ല സാറേ, അത് VD സതീശനെ ഒതുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അൻവറിന് വേണ്ടി വാദിക്കുന്നതല്ലത്. VD സതീശൻ അൻവറിനെ എടുക്കണ്ടെന്ന് പറയുമ്പോൾ VD സതീശന് എതിരായിട്ടൊരു കോൺഗ്രസിനുള്ളിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ അൻവറിനെ കൊണ്ട് ഈ പ്രയോജനം കിട്ടാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല. VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു എതിർപ്പുണ്ടാവും, ഒരു വിവാദത്തെ സൃഷ്ടിക്കണം. അങ്ങനെ അതിൽ കൂടെ ഇപ്പം വലിയ ഐ ഗ്രൂപ്പൊന്നോ എ ഗ്രൂപ്പൊന്നോ ഒന്നും അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പോ മന്ത്രിസ്ഥാനമൊക്കെ അല്ല മുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക കളി കളിക്കണം. അതിനുള്ള ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ അയാളുടെ ഉള്ളിൽ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അല്ലാതെ അൻവറിനോട് പ്രത്യേക മമതയോ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇത് VD സതീശന് മാത്രമാണ് ശക്തമായ നിലപാട്. VD സതീശന് ഞാൻ പറഞ്ഞത് തന്നെയാണ് VD സതീശൻ പറയുന്നത്. അതായത് ഇപ്പൊ പുറത്ത് നിൽക്കുന്ന അൻവറിനേക്കാൾ അകത്ത് വരുന്ന അൻവർ വളരെ ദോഷം ചെയ്യും, UDF ദോഷം ചെയ്യുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് VD അതിനെ അൻവറിനെ UDF എടുക്കാൻ സമ്മതിക്കാത്തത്. അപ്പൊ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പൊ VD സതീശനെ മോശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അൻവറിനെ എടുക്കണമെന്ന് പറയണം. അപ്പൊ അതിന്റെ കൂടെ കുഞ്ഞാലിക്കുട്ടി ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് അവിടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കുക. ഇതിനകത്തൊരു UDF അയാൾക്ക് അനുകൂലമായിട്ടൊരു ഇത് ഉണ്ടാക്കിയെടുക്കും. ഇപ്പം പിടിവിട്ട് നിൽക്കുകയാണ്. അപ്പം VD സതീശൻ ഇപ്പൊ ഗ്രാഫ് നന്നായിട്ട് ഉയർന്നു. 4 തവണ ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു. നല്ല വിജയം, അതും നല്ല ഭൂരിപക്ഷത്തിൽ. സിറ്റി സീറ്റാന്ന് പറഞ്ഞോട്ടെ 3 ഒന്നിൽ ഭൂരിപക്ഷം 40,000 ഉണ്ടായി, ചേലക്കര 40,000 ഉണ്ടായിരുന്നത് അത് 12,000 കുറയ്ക്കാൻ സാധിച്ചു. അപ്പൊ അതും ഭരണവിരുദ്ധ വികാരമാണ് കാണിക്കുന്നത്. അത് ചിട്ടയായ ശക്തമായ ഏകോപിപ്പിച്ചുള്ള യാതൊരു ഈഗോയും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് കൂട്ടിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഈ ഇന്നത്തെ ചെറുപ്പക്കാരുടെ നിര അതിനെ ആ കാര്യത്തെ VD സതീശന്റെ പ്രവർത്തനങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അക്കോളം ചേർന്ന് നിൽക്കുകയും ചാണ്ടിയമ്മൻ 3000 വീടുകളാണ് അവിടെ നിലമ്പൂരിൽ വീട് കയറി ഇറങ്ങി. ഉമ്മൻചാണ്ടി ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്തു. അതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് VD സതീശന്റെ കീഴിൽ അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് VD സതീശൻ എടുക്കുന്ന നിലപാടുകളോടുള്ള യോജിപ്പും കൂടെ ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അല്ലാതെ പോകത്തില്ലല്ലോ. ഒരു നേതാവ് എടുക്കുന്ന നിലപാടുകളോട് താല്പര്യം ഇല്ലെങ്കിൽ അവിടെ പോയി പ്രവർത്തിക്കാൻ മറ്റ് താഴേക്കിടയിലുള്ള നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. അതിപ്പോ കണ്ടില്ല. ശശി തരൂർ തന്നെ എന്താ ചെയ്തത്? ശശി തരൂർ ആരാണ്? ശശി തരൂർ എങ്ങനെയാണ് ഇവിടെ വന്നത്? അയാൾ വിശ്വപൗരനൊക്കെ ആയിരിക്കും. അയാളെ പറ്റി രണ്ട് വാക്ക് പറയണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ശശി തരൂര് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി നശിക്കത്തേ ഉള്ളൂ. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ശശി തരൂരിന് അറിയില്ല. അയാൾ രാഷ്ട്രീയക്കാരനല്ല. എങ്ങനെ ഭരിക്കാൻ അറിയത്തില്ല. അയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള അവിടെ എല്ലാം അയാൾ പരാജയമായിരുന്നു. അയാൾ അയാൾ ബുക്സ് എഴുതിയിട്ടുണ്ടായിരിക്കും, അയാൾക്ക് അറിവുണ്ടായിരിക്കും, ഇംഗ്ലീഷ് പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും, ഈവൻ സെക്രട്ടറി മത്സരിച്ചിട്ടുണ്ടായി പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും, കോൺഗ്രസിന്റെ ACCയിലെ പ്രസിഡന്റായിട്ട് മത്സരിച്ചു, അവിടെ 1000 വോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും, ഒക്കെ ശരിയായിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ പുള്ളി 100% പരാജയമായിരിക്കും. ഉമ്മൻചാണ്ടിയെ പോലെയോ കരുണാകരനെ പോലെയോ ഉള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലുള്ള ഈ ഘടകകക്ഷികളെ ഏകകക്ഷി ഭരണമാണെങ്കിൽ ചിലപ്പം സാധിച്ചെന്നിരിക്കും. ഈ ഘടകകക്ഷികളെങ്കിലൊക്കെ അദ്ദേഹത്തിന്, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇത്രയും പേരെ യോജിപ്പിച്ച്, ഇത്രയും ഘടകകക്ഷികളെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മെയ്വഴക്കവും ഒരു കാര്യപ്രാപ്തിയും ഒന്നും ഞാൻ ബെറ്റുവെക്കാണ്. ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഇവിടെ ഒരു ഭരണം വരികയാണെങ്കിൽ 10 ദിവസം തികച്ചു ഭരിക്കത്തില്ലെന്ന് ഞാൻ ബെറ്റ് വെക്കാം. എത്ര രൂപയാണെന്ന് ഞാൻ ബെറ്റ് വെക്കാം. 10 ദിവസം ആ മന്ത്രിസഭ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി ഈ മുന്നണിയെ കൊണ്ട് 5 വർഷം ഭരിച്ചെങ്കിൽ ആ ഉമ്മൻചാണ്ടിയുടെ കഴിവുണ്ടാവും. ഉമ്മൻചാണ്ടി കരുണാകരന്റെ ഈ മുന്നണി തന്നെ ഉണ്ടാക്കിയത്, കേരളത്തിൽ ഈ മുന്നണി തന്നെ ഉണ്ടാക്കിയത് കരുണാകരനാണ്. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സഖ്യകക്ഷി ഭരണം കൊണ്ടുവന്നത് ഇതേ കോപ്പി ചെയ്താണ് കേന്ദ്രത്തിലുണ്ടായത്. കേരളത്തിലാണ് ആദ്യം കരുണാകരനാണ് ഇത് കൊണ്ടുവന്നത്, ഈ മുന്നണി സംവിധാനം കൊണ്ടുവന്നത്. അത് പിന്നെ അനുകരിക്കായിരുന്നു മറ്റുള്ളവർ. അപ്പൊ ഇവിടെ ആ മുന്നണി ഭരണം കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേക ഒരു കഴിവ് വേണം. ആ കഴിവാണ് ഉമ്മൻചാണ്ടിക്കും കരുണാകരനും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പാരമ്പര്യം കണ്ടു വളർന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തരൂരിനെ പോലുള്ള ഒരാൾ ഓട്ട്മാൻ ഔട്ട് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ആ ഒരു ടീമുമായിട്ട് ജെല്ലാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ കാണിക്കുന്നതന്നെ നന്ദികളുടെ അങ്ങേയറ്റമാണ്. കാരണം ഒന്ന്, കോൺഗ്രസിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു സമരം നയിച്ചിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും യോഗങ്ങളിൽ തിരുവനന്തപുരത്ത് ആദ്യം MP ആയിട്ട് മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലോ ഏതെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിലുള്ള ഒരു സമരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത മനുഷ്യനെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രത്യേക താല്പര്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് മൻമോഹൻസിംഗ് വിളിച്ചു വരുത്തിയെന്നാ പറയുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കഷ്ടപ്പെട്ട എത്ര പേരുണ്ട് MP ആയിട്ട് മത്സരിക്കാനായിട്ട് കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാരുണ്ട്. അവരെല്ലാം മറികടന്ന് ഇയാൾക്ക് സീറ്റ് കൊടുത്ത് ഇയാളെ അവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു. അങ്ങനെ 4 പ്രാവശ്യം ജയിപ്പിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പിന്നിലുണ്ടാക്കി കൊടുത്തു. പിന്നെ ഇപ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞു. അത് കയ്യിലിരിപ്പോണ്ട. കാരണം വെടിക്കത്ത് സമരം വന്നപ്പോൾ ഇയാള് അദാനിയുടെ കൂടെ നിന്നു. അയാളെ ജയിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെയും അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ അവർക്ക് എതിരായിട്ട് സാധാരണയുടെ ഭാഗത്ത് നിന്നായി. അദാനിയെ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വികസനത്തിന് കൂടെ നിൽക്കണം. പക്ഷെ അതേസമയം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും കൂടെ അവരുടെ MP ആയ ഈ മനുഷ്യനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അവരുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കൂടെ ഈ മനുഷ്യനെ അഡ്രസ് ചെയ്യേണ്ടതായിരുന്നു. അതിനെപ്പറ്റി അറിയാം. ഈ പ്രാവശ്യം ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ച ഈ പ്രാവശ്യം പരാജയപ്പെടുക. കാരണം മത്സ്യത്തൊഴിലാളികൾ അവിടുത്തെ ലാറ്റിൻ രൂപത, തോമസ് ജെ നെറ്റോയുടെ കീഴിലുള്ള ബിഷപ്പിന്റെ കീഴിലുള്ള ആ രൂപതയിലുള്ള ആൾക്കാർ ഇപ്രാവശ്യം തിരിച്ചു വോട്ട് ചെയ്തേനെ. അപ്പൊ അതിനുവേണ്ടി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് തോമസ് ജെ നെറ്റോയെ കാല് പിടിച്ചു. അവിടെ പോയി തിരുവനന്തപുരത്ത് പോയി കാല് പിടിച്ചിട്ടാണ് ഇപ്രാവശ്യം 16,000 വോട്ടിന് ജയിച്ചത്. രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ ഇങ്ങനെ അടിയറവ് പറയേണ്ട ഒരു തോറ്റു പോകുമായിരുന്നു ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തല ശരിക്കും ഒരു പിണറായി വിജയന്റെ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം മുമ്പത്തെ പ്രാവശ്യം ഭരണം ഇയാളാണ് ഇല്ലാതാക്കിയത്, ഈ ഉമ്മൻചാണ്ടിയെ കൊതുകാലി വെട്ടി. അന്നേരം ഈ കൺക്ലൂഷനായിട്ട് എന്താ പറയാൻ പറ്റാവുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തില്? ഇതിപ്പം പിണറായിയെ സഹായിക്കാനോ പിണറായിയോടുള്ള താല്പര്യമൊന്നുമില്ല. അങ്ങേർക്ക് മരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആവണം, ഒരു പ്രാവശ്യമെങ്കിലും മുഖ്യമന്ത്രി ആവണം. ആ ഒരൊറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഏത് വൃത്തികെട്ട കളിയും കളിക്കും. പിന്നെ പറയുമ്പം തിരിച്ചു പറയാൻ, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇയാള് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇയാള് സ്പ്രിംഗ്ലർ കേസ്, ബ്രൂവറി കേസ്, ഇത് അങ്ങനെ പല കേസുകൾ മുക്കിക്കൊണ്ട് വന്നു. AI ക്യാമറയുടെ ഇങ്ങനെ പല കേസുകൾ പലതിൽ നിന്നും പിണറായി ഗവൺമെന്റ്, 2ാം പിണറായി ഗവൺമെന്റിന് പിന്മാറേണ്ട വന്നു.
അങ്ങനെയൊക്കെ ചെയ്തു. അന്ന് എല്ലാവരും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യുവതെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷമായിരിക്കെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അന്ന് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും പ്രവർത്തകരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് അനുമോദിച്ചിട്ടുണ്ട്. ഇന്ന് സതീശനെ അനുമോദിക്കുന്ന പോലെ അന്ന് ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അന്ന് ആരും ക്യാപ്റ്റനെന്ന് വിളിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ഇങ്ങനെ പ്രവർത്തനങ്ങളെ പറ്റി മതിപ്പോടുകൂടി സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൺക്ലൂഷൻ എത്തുകയെന്ന് പറയാം, ഇപ്പൊ രണ്ടുപേരാണ് ഇപ്പം കോൺഗ്രസിന്റെ അടുത്ത UDF അടുത്ത ഭരണം കിട്ടാനായിട്ട് വിഘാതമായിട്ട് ഇരിക്കുന്ന 2-3 പേരുണ്ട്. അത് ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് തരൂര്. അവര് കോൺഗ്രസിൽ നിന്നുള്ളവര്. പിന്നെ ലീഗിൽ നിന്നുള്ളവര് കുഞ്ഞാലിക്കുട്ടി, പിന്നെ അബ്ദുൽ വഹാബ്, പിന്നെ അവരുടെ നേതാക്കന്മാർ. അവിടെയും 2 ഗ്രൂപ്പുണ്ട് അതിനുള്ളിൽ. പുറമെ കാണുന്നില്ല, കോൺഗ്രസിനെയൊക്കെ പോലെ വെളിയിലോട്ട് വരുന്നില്ലെന്നുള്ളൂ. അതിനുള്ളിലും UDF തന്നെ നിൽക്കണമെന്നുള്ളവരുണ്ട്. കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ഇടതുമുന്നണിയിലേക്ക് പോകണമെന്നുള്ള താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ അവസാനം വരെ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും UDF-നും എതിരായിട്ട് അടുത്ത ഭരണം UDF-ന് ലഭിക്കരുത് എന്നുള്ള രീതി ലഭിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രി ആകണമെന്നും, ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല VD സതീശന് മുഖ്യമന്ത്രി ആകരുതെന്നും താല്പര്യമുള്ള ഈ 2-3 പേര്, രമേശ് ചെന്നിത്തല, തരൂര്, KC വേണുഗോപാൽ, അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം സതീശനായിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇയാൾ നോക്കുന്നുണ്ട്. കാരണം സതീശന് ഇവര് തമ്മിൽ KPCC പ്രസിഡന്റും പരിശോധനമായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് തന്നെയല്ല, അങ്ങനെ ഇപ്പം മാറ്റി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതിൽ പുള്ളിക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി സതീശനാണ് അതിന്റെ കാരണക്കാരൻ എന്നുള്ള രീതി സതീശനോടാണ് അതിന്റെ അതുകൊണ്ടാണ് ഇന്നലത്തെ ഓൺലൈൻ മീറ്റിംഗിൽ അൻവറെ ചേർക്കണം, അൻവർ അസറ്റാണ്, അൻവറിന് എത്ര വോട്ട് പിടിക്കാൻ സാധിച്ചെങ്കിൽ അത് UDF അസറ്റ് ആയിരിക്കും എന്നുള്ളതൊക്കെ ആ ഒരു ലൈനിലാണല്ലോ സംസാരിച്ചത്. അത് അൻവറിനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ആ സംസാരിക്കുന്നത്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് സുധാകരൻ മനസ്സിലാക്കാതെ പോകുന്നു. അവിടാണ് വീഴ്ച. അൻവറിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. VD സതീശന് ഏത് അവസരം കിട്ടിയാലും VD സതീശന്റെ ഗ്രാഫ് ഉയരാൻ ഇവർ സമ്മതിക്കത്തില്ല. ഈ 3-4 പേര് ആദ്യം തരൂരിനെ പറ്റി പറയും, ഊതി ഉയർപ്പിച്ച ബലൂണാണെന്ന് പറയും. അത് കറക്റ്റാണ്, സത്യം പറയും, അത് സത്യമാണ്, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഊതി ഉയർപ്പിച്ചല്ലേ. എന്താണ് 4 പ്രാവശ്യമായിട്ട് ജയിപ്പിച്ചവരോട് എന്ന് ഞാൻ പറഞ്ഞത്? സാർ ഒരു കാര്യം പറയാം, താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആകെ കിട്ടുന്ന ഒരു അവസരം ഒരു പഞ്ചായത്ത് മെമ്പർ ആകുക അങ്ങനെയുള്ള അവസരമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ടാണ് ഈ തരൂരി മോദിയെ സ്തുതിക്കുന്നതും BJP-യിലേക്ക് അവിടെ കാലുവെച്ച് ഇവിടെ 2 വള്ളത്തെ കാലുവെച്ചിരിക്കുന്നത്. സാറൊരു വീഡിയോ ചെയ്തല്ലോ, 2 വള്ളത്തെ കാലുവെച്ചിരുന്ന കീറി പോകുന്ന പറയുന്ന ഒരു വീഡിയോ ചെയ്തല്ലോ. കൃത്യമായ അവലോകനമാണ് സാറ് പറഞ്ഞത്, കൃത്യമായ അവലോകനമാണ്. അപ്പൊ അതുപോലെയാണ് ഈ പ്രവർത്തകരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തി അവർക്ക് കിട്ടുന്ന അവരുടെ അവസരം. ഇപ്പൊ തിരുവനന്തപുരത്ത് ആഗ്രഹിച്ച അടിയും കൊണ്ട് പരിക്കുകേറ്റ് ഇങ്ങനവർക്ക് സിന്ദാബാദും വിളിച്ച് പോസ്റ്റർ ഒട്ടിച്ച് മീറ്റിങ്ങുകൾ നടത്തി കഷ്ടപ്പെട്ട് ഇയാളെ ജയിപ്പിച്ച ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ആകെ ഒരു അവസരമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകളിൽ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു സീറ്റ് കിട്ടി മത്സരിക്കാനുള്ള ഒരവസരം. ആ അവസരം ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു. ഈ തരൂരെന്ന് പറയുന്ന മനുഷ്യൻ, നന്ദിയില്ലാത്ത മനുഷ്യൻ, സാധാരണ പ്രവർത്തകരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ നഷ്ടപ്പെടായി. ആ മനുഷ്യൻ, ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ മനുഷ്യനെ എടുത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ അയാൾക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടും. അതിനുവേണ്ടിയാണ് അയാൾ നിൽക്കുന്നത്. അയാൾ പോട്ടെ, അയാളെ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. രമേശിനെയും ഇവരെയും ടാക്ട്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുക. ജനത്തിനെല്ലാം അറിയാം, ജനം അതിനെ ഇറങ്ങി ചെയ്തോളും. അല്ലെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. കാരണം ഇത്രയും കഷ്ടപ്പാട് ജനം സഹിച്ചു. കാരണം ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല, മറ്റു പല മേഖലകളിലും എല്ലാം അതപ്പതിച്ചു. ഇപ്പൊ കോട്ടയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം ഇവിടത്തേക്ക് സ്ഥിതി, നെൽകർഷകരുടെ സ്ഥിതി. നെൽകൃഷി വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം എന്തിനു ചെയ്യുന്നു, അവർക്ക് നെല്ലിന് പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പാടി രസീറ്റ് ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല, അവരുടെ സിവിൽ സ്കോർ പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സകല വിധത്തിലും ഈ കേരളം സകല വിധത്തിലും നശിച്ചു. എന്നിട്ടും മാറ്റം വരുമ്പോൾ അതിന് പാര വെക്കുന്നവരെ ജനം തിരിച്ചറിയും. ഉസ്മാൻ രമേശും വേണുപോലെ ആര് കളിച്ചാലും അടുത്ത പ്രാവശ്യം ജനത്തിന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ജനത്തിന്റെ മനം മാറുന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അവരിപ്പോൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആ ലൈനിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം UDF നല്ല 110 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞ ഈ VD സതീശന്റെ ടീമിന്റെ അതായത് ടീം UDF ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ അടുത്ത നല്ല നിലയിലുള്ള വിജയം മിന്നുന്ന വിജയം കിട്ടും. നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. പക്ഷെ ഈ പാരവയ്പ്പിനെ എല്ലാം അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കണം, അതേ ഉള്ളൂ. പക്ഷെ ഇന്നലെ ശക്തമായ ഒരു മറുപടി സുധാകരന് ശക്തമായ ഒരു മറുപടി റോജി എം ജോൺ കൊടുത്തായിരുന്നു അൻവറിന്റെ കാര്യത്തില്. അൻവർ ഇല്ലാതെയും ഇത്രയും വോട്ട് വാങ്ങി ജയിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് യുവ നേതാക്കന്മാര് അവർ അധ്വാനിച്ച് അവിടെ കഷ്ടപ്പെട്ട നേതാക്കന്മാർക്ക് അത് പറയാനുള്ള അർഹതയുണ്ട്. കാരണം റോജി എം ജോൺ ആണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചാർജ്. റോജി എം ജോണിനായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ചാർജ്. അവിടെ 4000 കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാട് ഷൗക്കത്തിന് ലഭിച്ചത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനം നടന്നത്. അത് ഭരിക്കുന്നത് CPM ആണ്. അവരുടെ ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിൽ അവർ 4000 വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാട് ഷൗക്കത്തിന് കിട്ടണമെങ്കിൽ ഏതുതരം പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടാണ് അവിടുത്തെ ജനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചത് എന്ന് വിചാരിക്കണം. അത് CPM-കാരാണ് വോട്ട് ചെയ്ത്. CPM-കാരുടെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയിരിക്കുക. അവരുടെയും കൂടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടീം UDF നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് നന്മയ്ക്ക് നല്ലതായിരിക്കും. പ്രതികരണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പ്രതികരണങ്ങൾ അറിയിക്കുവാനുള്ളവർക്ക് ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പറിൽ വിളിക്കുകയോ ശബ്ദ സന്ദേശമായി അയക്കുകയോ ചെയ്യാവുന്നതാണ്. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.